ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺസ്ക്രിപ്റ്റഡ് ഡേയ്സ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇതിനെ പറ്റിയാണ് എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എനിക്കറിയാം എൻ്റെ കണ്ടൻറ്റൊക്കെ വളരെയധികം മോശമായ കണ്ടൻറ്റുകളാണ്. അത്ര അടിപൊളി കണ്ടൻറ്റുകളൊന്നുമല്ല, നിങ്ങൾക്ക് ആസ്വദിക്കാൻ അതിലൊന്നുമില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മാതിരി കണ്ടൻറ്റും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പുറകെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ തോറ്റുപോയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇത് തോക്കില്ല എന്ന രീതിയിൽ ചെയ്യുന്ന വ്ളോഗുകളാണ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇപ്പം എന്താ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചാനൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു പേരിൽ 3 വർഷം മുമ്പ് തുടങ്ങിയതാണ്. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കൊരു 3 വർഷം മുമ്പുള്ള ഒരു വീഡിയോ കാണാതെ തന്നെ. അന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലാണ്. പക്ഷെ അന്ന് എന്നെക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനോ എനിക്ക് അതിനൊന്നുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അന്ന് ഞാൻ എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ ഫേസ് കാണിക്കാനോ എനിക്ക് സംസാരിക്കാനോ വ്ളോഗിൽ. സോ അന്ന് എൻ്റെ വീഡിയോസ് ഒന്നും ഹിറ്റായില്ല. പിന്നെ അതിൽ കോമഡി കണ്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ ഫ്ലോപ്പായി ആ ചാനൽ. പക്ഷെ അന്നും ഞാൻ ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങാൻ പറ്റണം, ഒരു 5 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൂടണം, ഒരുപാട് ആഗ്രഹിച്ച്. സ്റ്റിൽ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി നല്ലോണം പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ ഞാൻ ചാനൽ എന്നൊരു സംഭവം ഞാൻ വിട്ടു. ഇപ്പോൾ ശരി, പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം ബിസിനസ്. അത് ചെയ്യാൻ ശ്രമിച്ചു, 2 പ്രാവശ്യം ഫെയിലായി, ഒരുപാട് ലോസായി, കുറേ കടങ്ങൾ വരുത്തിച്ചു. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായിട്ടൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഭയങ്കര ഡെസ്പായും ഭയങ്കര എന്താ ചെയ്യണ്ട് എന്താ ഒന്നും അറിയാതിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നൈയിൽ വന്ന് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ആ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര ഡെസ്പായിരുന്നു. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇടയ്ക്കിടയ്ക്ക് ഡെസ്പാവുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് VJ സിദ്ധു വ്ളോഗ്സ് കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ VJ സിദ്ധു വ്ളോഗ്സ് കാണാൻ തുടങ്ങി. അവൾ ഡെയിലി ആ വീഡിയോ കാണും. എന്താ ഇപ്പോൾ ഇത്ര കണ്ടന്റ് ഞാനും കാണാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ കാണാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. ശരിക്കും എന്താ പറയുക, VJ സിദ്ധു വ്ളോഗ്സ് പറഞ്ഞ ഒരു ട്രസ്റ്റ് ബസ്റ്ററാണ്. അങ്ങനെ അവർ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. 3 മണിക്കൂർ 4 മണിക്കൂറുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. ഭയങ്കര പാർട്ട് ടൈം ജോബ് ഉണ്ട് കേട്ടോ. ഞാൻ സൊമാറ്റോയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ VJ സിദ്ധു വ്ളോഗ്സ് ആണ് തുടങ്ങി. അങ്ങനെ VJ സിദ്ധുവും അർഷദ് ഖാനും ഓരോ കോംബോവും ഓരോ കോമഡീസും കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം എനിക്ക് ഇൻസ്പയർ ആവാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. നേരിട്ട് ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതിനു മുമ്പ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ഫിഷിംഗ് ഫ്രീക്സ് സെവിൻ സിറിയാൽ. ആളുടെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കറക്റ്റായിട്ട് ഓൺ ടൈം വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഈവൻ ഇപ്പോൾ VJ സിദ്ധു വ്ളോഗ്സ് പറയുകയാണെങ്കിൽ ആൾ ഡയറക്ഷനിലൊക്കെ ഇറങ്ങി. എന്നാലും ആളുടെ വീഡിയോസ് ഒന്നും പക്കാ ഡേറ്റിൽ പക്കാ ടൈമിൽ പക്കാവായിട്ട് ആൾ ഒരു വീഡിയോ കഴിയുമ്പോൾ പറയും ഇന്ന വീഡിയോ അടുത്ത് കറക്റ്റ് സമയത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വ്ളോഗറും അതുകൊണ്ട് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാകാൻ തുടങ്ങി. ആളെ കാണാൻ തുടങ്ങി. നൈറ്റൊക്കെ ഇരുന്ന് ഒരു 1 മണി 2 മണിയൊക്കെ ആളുടെ ചാനലിലിരുന്ന് വീഡിയോസ് കാണാൻ തുടങ്ങി. ഇരുന്ന് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പുറത്ത് വിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഇവൻ എന്താ അപ്പം നൈറ്റൊക്കെ ഇരുന്ന് ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയി. ഇതിന് മുമ്പ് എൻ്റെ ഇൻസ്പിറേഷൻ പറഞ്ഞത് ഫിഷിംഗ് ഫ്രീക്സ് ആണ്. ആളും പാർട്ട് ടൈമിൽ വീഡിയോസ് എഴുതും. ആൾ ഫാമിലി വ്ളോഗറാണ്. ആളുടെ ഫാമിലി ആയിട്ടുള്ള വ്ളോഗും കിളിക്കൂടും കാര്യങ്ങളൊക്കെ ഫിഷിംഗ് വ്ളോഗാണ് മോസ്റ്റ്ലി ചെയ്യുക. ആളുടെ വ്ളോഗ്സൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു കാലത്ത് ആളുടെ ഒരു ഫാനാണ് ഞാൻ. പക്ഷേ ആളുടെ വീഡിയോസൊക്കെ പിന്നീട് നല്ല രീതിയിൽ ലാഗാവാൻ തുടങ്ങി. വീഡിയോസേ ഇല്ല എന്നുള്ള രീതിക്ക് ഇറക്കാൻ പോകാൻ തുടങ്ങി. അതൊന്നും വലിയ കണ്ടന്റ് ഇല്ലാണ്ടായതുകൊണ്ട് വീഡിയോ നിർത്തുമ്പോൾ തോന്നി. അവർ എന്തുകൊണ്ടാണെന്നറിയില്ല. സോ അങ്ങനെ ഇപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ലൈഫിൽ ഇൻസ്പയർഡായി ഞാനൊരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ പരമാവധി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇത് എൻ്റെ വളരെയധികം ആഗ്രഹിച്ച് 3 വർഷത്തെ ആഗ്രഹം ഞാനിപ്പോൾ സഫലീകരിക്കുക
അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഞാൻ പറയാലോ, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അമ്മാതിരി കണ്ടൻസ് ഞാൻ ഈ ചാനൽ കൊണ്ടുവരും. കോമഡി ആയാലും സീരിയസ് ആയാലും അടിപൊളി വ്ളോഗിങ് ആയാലും മോട്ടോർ വ്ളോഗിങ് ആയാലും ട്രാവലിംഗ് ആയാലും എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഈ എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഇൻസ്പിറേഷൻ BJ സിദ്ധു ആണ്. സോ അദ്ദേഹത്തിൻ്റെ വീഡിയോസുമാരുള്ള വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞാൽ പക്ക കോപ്പിക്കായിട്ടോ അങ്ങനെയൊന്നുമല്ല, ആള് ഫണ്ണാണ്, മീൻസ് ഒരു മൈൻഡ് റിലാക്സിങ് വീഡിയോസാണ് ആളുടെയൊക്കെ. സോ അതുമാതിരി കണ്ടിരിക്കാൻ തോന്നുന്ന ആൾക്കാരെ ഇരുത്തിക്കുന്ന ടൈപ്സ് വീഡിയോസായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉടനെ എന്നെ കൊണ്ട് അന്നും ആ രീതിയിലുള്ള വ്ളോഗ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഭാവിയിൽ സൂൺ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കണ്ടൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. എൻ്റെ ഷോർട്സ് കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല, ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ബെൽ ബട്ടൺ തട്ടിക്കോ. താങ്ക് യു.